ബംഗ്ലാദേശിൽ ഭരണം മാറിയിരിക്കുന്നു. യൂനിസ് ബംഗ്ലാദേശിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. അതായത് മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവിൽ നിന്നും അദ്ദേഹം ഔട്ടാവുകയാണ്. ഈ സാഹചര്യത്തിൽ താരിഖ് റഹ്മാൻ BNPയുടെ പുതിയ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഖാലിദ് സിയയുടെ മകനായിട്ടുള്ള താരിഖ് റഹ്മാൻ തന്റെ 17 വർഷത്തെ വനവാസം അവസാനിപ്പിച്ച് UK-യിൽ നിന്നും തിരിച്ചെത്തുകയാണ്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി അവരോഹിതനാകാനാണ് ഇപ്പോൾ അയാൾ തിരിച്ചെത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഇയാൾ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യയിൽ അത് എന്തൊക്കെ സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന കാര്യം. പ്രധാനമായും ഇന്ത്യക്കകത്തുള്ള പല ആൾക്കാരും, ഒരുപക്ഷെ 140 കോടി ജനങ്ങളും ഇത് ഉറ്റുനോക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ചോദ്യമുണ്ട്. ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന സാഹചര്യത്തിൽ BNP വൻ ഭൂരിപക്ഷം നേടിയിരുന്നു. അതിന്റെ നേതാവ് താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും, അത് ഉറപ്പാണ്. താരിഖ് റഹ്മാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ലഭിച്ച വൻ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു. ഈ തിരഞ്ഞെടുപ്പിൽ അതിൽ BNP നേടിയ ഭൂരിപക്ഷവും ഇന്ത്യക്ക് പ്രധാനമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടുകയും ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വികാരം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ BNPയുടെ വിജയം വളരെ പ്രധാനമായിരിക്കുകയാണ്. ഇനി ഇന്ത്യയിൽ എന്തൊക്കെയാണ് സ്വാധീനം ചെലുത്താൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കാം. അതിലൊന്ന്, BNPയുടെ വിജയം ഒരു പ്രതിസന്ധി ആയിരുന്നില്ല. ഇന്ത്യ അതിനെ ഒരു ആഘോഷമോ പ്രതിസന്ധിയോ ആയി കാണുന്നില്ല എന്നുള്ളതാണ്. താരിഖ് റഹ്മാന്റെയും അദ്ദേഹത്തിന്റെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെയും പ്രധാനമന്ത്രി മോദി പ്രശംസിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ താരിഖ് റഹ്മാൻ ഇന്ത്യക്ക് ഒരു പരീക്ഷണ കേന്ദ്രമായിരിക്കും. പ്രതിരോധ സഹകരണം, വിദേശ നയത്തിലെ സന്തുലിതാവസ്ഥ, സാമ്പത്തിക പങ്കാളിത്തം എന്നിവ ഇന്ത്യക്ക് പ്രധാനമാണ്. BNP സർക്കാർ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ ഇന്ത്യ സഹകരണം വർദ്ധിപ്പിക്കും. ഇന്ത്യ അതിന്റെ ഓപ്ഷനുകൾ പൂർണ്ണമായും പ്രായോഗികമായ രീതിയിൽ തൂക്കി നോക്കുകയാണ്. അവിടെ നിന്ന് അടുത്ത തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമതായി, ഇന്ത്യ എപ്പോഴും ജനവിധിയെ ബഹുമാനിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇത്തവണയും അത് അങ്ങനെ തന്നെ ചെയ്യും. താരിഖ് റഹ്മാനെ മാധ്യമവേദിയിൽ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി എഴുതിയത്, ബംഗ്ലാദേശി തെരഞ്ഞെടുപ്പിൽ BNP നിർണായക വിജയത്തിലേക്ക് നയിച്ചതിന് ശ്രീ താരിഖ് റഹ്മാനെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് നേതൃത്വത്തിലുള്ള വിശ്വാസമാണ് വിജയം പ്രകടമാക്കുന്നത്. ജനാധിപത്യപരവും പുരോഗമനപരവും സമാന ചിന്താഗതിക്കാരുമായിട്ടുള്ള ഒരു ബംഗ്ലാദേശിനൊപ്പം ഇന്ത്യ എപ്പോഴും നിലകൊള്ളും. നമ്മുടെ ബഹുമുഖ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നമ്മുടെ പൊതുവികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതിയത്. അടുത്തത്, ഇത്തവണ ബംഗ്ലാദേശ് ഒരു നിർണായക വഴിത്തിരിവിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്ത് തീവ്രശക്തികൾ പരസ്യമായി സജീവമാണ്. ഇടക്കാല സർക്കാർ നേതാവായിട്ടുള്ള മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ വിരുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. ഡൽഹിയുടെ ആശങ്ക തീവ്രമായ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചായിരുന്നു. അത് പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുടെ സ്വാധീനത്തിലാണ്. അതിനാൽ അവിടെ ഒരു BNP സർക്കാർ രൂപീകരിക്കപ്പെടുമെന്ന് ഡൽഹി പ്രതീക്ഷിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അടുത്തതായി, പാകിസ്ഥാൻ ഇന്ത്യ വിരുദ്ധ ബദലിനെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ നിരന്തരം പിന്തുണച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ഇന്ത്യയെ അനുകൂലമായി തുടർന്നു. ഇപ്പോൾ ഇന്ത്യ BNPക്ക് പൂർണ്ണമായ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. ഖാലിദ് സിയുടെ അസുഖത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മരണസമയത്ത് വിദേശകാര്യ മന്ത്രിക്ക് അയച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ അനുശോചന സന്ദേശം താരിഖ് റഹ്മാൻ അയക്കുകയോ ചെയ്യണം. താരിഖ് റഹ്മാൻ പകരമായി തന്റെ നന്ദിയും പ്രകടിപ്പിച്ചു. BNP സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. അത് വേറൊരു കാര്യമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ജമാഅത്തെ ഇസ്ലാമിക്ക് പകരം BNP അധികാരത്തിൽ വരുന്നത് അവിടെ താമസിക്കുന്ന ഹിന്ദുക്കൾക്ക് ആശ്വാസകരമാണെന്ന് ഇന്ത്യ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. BNP ജമാഅത്തിൽ നിന്ന് വേർപിരിഞ്ഞതിനു ശേഷം ഹിന്ദുക്കൾ BNPക്ക് മാത്രമായി വോട്ട് ചെയ്തതായും വിശ്വസിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ, പാകിസ്ഥാന്റെ തന്ത്രം ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.